നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണല്ലോ ചരിത്രം. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫ്രഞ്ച് വിപ്ലവം. ധാരാളം വിപ്ലവങ്ങൾ നമ്മുടെ പരീക്ഷാ സിലബസിലുണ്ട്. അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം ഒക്കെ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മത്സര പരീക്ഷയിൽ ചോദ്യമായി വന്നിട്ടുള്ള വസ്തുതയാണ് ഫ്രഞ്ച് വിപ്ലവം. ആ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് SCERT-യിലും NCERT-യിലും ഏതെല്ലാം വസ്തുതകൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ്. ഒപ്പം PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതിന് നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പത്രവാർത്തകൾ, ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ, മൈക്രോ നോട്ട്സ്, പോൾ എക്സാം, ഡെയിലി എക്സാം എന്നിവ നിങ്ങൾക്ക് വേണ്ടി മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ഈ ഫ്രഞ്ച് വിപ്ലവത്തെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. ഈ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. പഠിക്കാൻ എളുപ്പമാണ്. 1789 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവമാണ്. ഈ പറയുന്ന ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ നമ്മൾ പഠിക്കും. അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യത്തെ പറ്റി പഠിക്കും. ഫ്രാൻസ് എന്നറിയപ്പെടുന്ന, ഫ്രഞ്ച് എന്നറിയപ്പെടുന്ന രാജ്യത്തെ പറ്റി ഒക്കെ നമ്മൾ പഠിക്കുമല്ലോ. അതിൽ തന്നെ ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഫ്രാൻസിലാണല്ലോ. ഈ ഫ്രാൻസ് എന്ന രാജ്യം ഭരിച്ച രാജാക്കന്മാര്, പ്രധാനികളാണ് ലൂയി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാർ ഏത് രാജവംശത്തിൽപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ബൂർബൻ വംശത്തിൽപ്പെട്ടവരാണ് ഈ പറയുന്ന ലൂയി രാജാക്കന്മാർ. അത് ലൂയി 14 ലൂയി 15 ലൂയി 16 ഇവരെല്ലാം ബൂർബൻ എന്നറിയപ്പെടുന്ന വംശത്തിൽപ്പെട്ടവരാണ്. ഇത് PYQ ആണ്, ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഈ പറഞ്ഞ ലൂയി രാജാക്കന്മാരെ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ലൂയി 14 പറയും, ലൂയി 15 നമ്മൾ പറയും, ലൂയി 16 പറയുന്ന സമയത്ത് ലൂയി രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനാരെന്ന് ചോദിച്ചാൽ അത് ലൂയി 14 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ലൂയി 14 വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമതാര ഒന്ന് കമന്റ് ചെയ്തേ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രണ്ടാമത്തെ ഭരണാധികാരി ആരാണ്? അതൊരു വനിതയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എലിസബത്ത് രാജ്ഞിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രണ്ടാമത്തെ ഭരണാധികാരി. അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ലൂയി 14 ഈ ലൂയി രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനാണ് ആര്? ലൂയി 14. ലൂയി 14 പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ലൂയി 15 എങ്ങനെയാ പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവ സമയത്ത്, അത് 1789 സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ലൂയി 16. മൂന്ന് ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരിയായ ലൂയി രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് ലൂയി 16. അപ്പൊ ലൂയി 14 പ്രത്യേകത പറഞ്ഞല്ലോ. ഈ ലൂയി 14 മന്ത്രിയുടെ പേരാണ് കോൾബർട്ട്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ കോൾബർട്ട് എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ ലൂയി 14 മന്ത്രിയാണ്. ഈ പറയുന്ന കോൾബർട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ഈ കോൾബർട്ടിന്റെ നേതൃത്വത്തിലാണ് 1664 വളരെ ഇമ്പോർട്ടന്റ് ആണ് വർഷം, 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകും. നമ്മൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ജോൺ കമ്പനി സ്ഥാപിതമായെന്നൊക്കെ പറയത്തില്ലയോ, അതേപോലെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട അഡീഷണൽ നമ്മൾ NCERT ഫാക്ട് കൂടി ആഡ് ചെയ്ത് പറയുകയാണ്. ലൂയി രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് ബൂർബൻ വംശത്തിൽപ്പെട്ടവരാണെന്ന് ഓർക്കണം. അതിൽ പ്രധാനി ആരാണ്, അല്ലെങ്കിൽ പ്രശസ്തൻ ആരാണ്? ലൂയി 14. അദ്ദേഹത്തിന്റെ പ്രത്യേകത ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി ലൂയി 14. രണ്ടാമത്തെ ആരാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരികളിൽ 2ാം സ്ഥാനം ആരാണ്? അത് എലിസബത്ത് രാജ്ഞിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ലൂയി 16.
ഇനി ഈ പറഞ്ഞ ലൂയി 16 ഒരു ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് മേരി ആന്റോയിനെറ്റ് എന്നാണ്. മേരി ആന്റോയിനെറ്റ്. ഇവരുമായി ബന്ധപ്പെട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഫ്രഞ്ച് വിപ്ലവ സമയത്ത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് ഈ മേരി ആന്റോയിനെറ്റ. SCERT സ്കൂൾ ടെക്സ്റ്റ് 10ാം ക്ലാസ്സിലെ SCERT സ്കൂൾ ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കുമ്പം അല്ലെങ്കിൽ വായിക്കുമ്പോൾ അതിൽ ബോക്സിൽ കൊടുത്തേപ്പോണ്ട് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് മേരി ആന്റോയിനെറ്റ. ഈ മേരി ആന്റോയിനെറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖ്യാതി ഉണ്ട്. അതായത് വേറെ ഒന്നുമില്ല, സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിന് ഉടമ എന്ന ഖ്യാതി നേടിയത് ഈ പറഞ്ഞ മേരി ആന്റോയിനെറ്റ് ആണ്. മേരി ആന്റോയിനെറ്റിന്റെ പ്രത്യേകത ഈ പറഞ്ഞ ലൂയി 16 ഭാര്യയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് മേരി ആന്റോയിനെറ്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഫ്യൂഡലിസം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മധ്യകാലത്ത് യൂറോപ്പ് എന്നറിയപ്പെടുന്ന വൻകര നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര ഏതെന്ന് ചോദിച്ചാൽ അത് യൂറോപ്പ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര യൂറോപ്പ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അവികസിത രാജ്യങ്ങളുള്ള വൻകര ഏതെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കയാണ്. കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയിലെയോ. അപ്പൊ മധ്യകാലത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഭരണരീതിയാണ് ഫ്യൂഡലിസം എന്നറിയപ്പെട്ടത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം യൂറോപ്പ് എന്നറിയപ്പെടുന്ന വൻകരയിൽ മുഴുവൻ ഫ്യൂഡലിസം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം ഇല്ലാതായി. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ഈ ഫ്യൂഡലിസം എന്നറിയപ്പെടുന്ന ആശയം ഇല്ലാതാകുന്നത്. അതിനു മുമ്പ് ഈ മധ്യകാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഭരണരീതി അറിയപ്പെടുന്ന പേരാണ് ഫ്യൂഡലിസം. നമ്മൾ പറയും ഫ്യൂഡൽ, മാടമ്പി എന്നൊക്കെ പറയത്തില്ലയോ, ഫ്യൂഡലിസം എന്ന ലോജിക്ക് മാത്രം ഓർത്താൽ മാത്രം മതി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഫ്രഞ്ച് എന്നറിയപ്പെടുന്ന സമൂഹം, ഫ്രാൻസിലെ സമൂഹം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിനെ അവർ വിശേഷിപ്പിച്ച പേര് അല്ലെങ്കിൽ പറഞ്ഞ പേര് എസ്റ്റേറ്റുകൾ എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ്. അപ്പം ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് അവർ തരംതിരിച്ചത്. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്. നമ്മൾ പറയുമല്ലോ ഓരോ എസ്റ്റേറ്റ് വിഭാഗം എന്നൊക്കെ പറയത്തില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഒരു തരംതിരിവ. അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുരോഹിതന്മാർ മാത്രമേ കാണൂ. രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരായിരിക്കും. മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കർഷകരും മധ്യവർഗവുമായിരിക്കും. അപ്പൊ എന്തോ ഈ മധ്യവർഗം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഈ പറയുന്ന എഴുത്തുകാർ വരും, അതിനകത്ത് കച്ചവടക്കാർ വരും, അധ്യാപകർ വരും, ബാങ്ക് ഉദ്യോഗസ്ഥർ വരും. അങ്ങനത്തുള്ള എല്ലാവരും അടങ്ങുന്ന ഈ പറയുന്ന മധ്യവർഗവും ഉൾപ്പെടെ കർഷകരുൾപ്പെടെ അടങ്ങുന്നതാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഓരോ എസ്റ്റേറ്റിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ഫ്രഞ്ച് സമൂഹത്തിലെ ഓരോ എസ്റ്റേറ്റും അതിലെ പ്രധാനപ്പെട്ട അംഗസംഖ്യകളും ഒന്ന് നോട്ട് ചെയ്തേക്കണം. അതായത് 3 എസ്റ്റേറ്റ് ആയിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞു. ആ 3 എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ ഓരോ എസ്റ്റേറ്റിലും ഓരോ അംഗസംഖ്യ ഉണ്ടായിരിക്കും. അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിന്റെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 285 ആളുകളാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റിന്റെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 285. രണ്ടാമത്തെ എസ്റ്റേറ്റിന്റെ അംഗസംഖ്യ 308 ആണ് കേട്ടോ, 305 അല്ല, 308 ആണ്. മൂന്നാമത്തെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 621. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 621 പേര് എവിടെയാ? കർഷകരല്ലെങ്കിൽ മധ്യവർഗം. അതിൽ ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട്. 305 അല്ല, 308 ആണ്. അപ്പൊ 285 ആണ് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ അംഗസംഖ്യ. അവിടെ പുരോഹിതന്മാർ മാത്രമുണ്ട്. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308 ആണ്, പ്രഭുക്കന്മാരാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 621 പേര് കർഷകരും മധ്യവർഗവും. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് തരംതിരിക്കുമ്പം എന്തൊക്കെയാ ഈ പറയുന്ന, എന്തിനു വേണ്ടിയാ ഈ തട്ടുകളായിട്ട് തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പുരോഹിതന്മാർ വേറെ, പ്രഭുക്കന്മാർ വേറെ, കർഷകരും മധ്യവർഗവും വേറെ എന്നൊരു തരംതിരിവിന് വേണ്ടിയാണ് ഇങ്ങനെ തരംതിരിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഒന്നാമത്തെ എസ്റ്റേറ്റിലും രണ്ടാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാരായിക്കോട്ടെ പ്രഭുക്കന്മാരായിക്കോട്ടെ അവർക്ക് എന്ത് കൊടുക്കണ്ട? നികുതി കൊടുക്കണ്ട. നികുതി കൊടുക്കേണ്ടത് മൊത്തം ആരാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കർഷകരുൾപ്പെടെയുള്ള മധ്യവർഗമാണ് നികുതി കൊടുക്കേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പുരോഹിതന്മാരാണെന്ന് പറഞ്ഞല്ലോ. ഈ പുരോഹിതന്മാര് കർഷകരെന്നറിയപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലെ കർഷകരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി അറിയപ്പെടുന്ന പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്,
തിദേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. തിദേ എന്നറിയപ്പെടുന്ന നികുതി ഒന്നാമത്തെ എസ്റ്റേറ്റുകാരായ പുരോഹിതന്മാർ ആരിൽ നിന്ന്? കർഷകരിൽ നിന്ന് പിരിച്ചെടുക്കുന്നു. ഒന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, രണ്ടാമത്തെ വിഭാഗം എന്നറിയപ്പെടുന്നത് പ്രഭുക്കന്മാരാണല്ലോ. ഈ പ്രഭുക്കന്മാർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? അവർക്കും നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒന്നാമത്തെ എസ്റ്റേറ്റ് ആയ പുരോഹിതന്മാർ നികുതി അടയ്ക്കേണ്ട, പകരം കർഷകരുടെ കയ്യിൽ നിന്ന് തിദേ എന്നറിയപ്പെടുന്ന നികുതി പിരിച്ചെടുക്കുന്നു. രണ്ടാമത്തതാണ് പ്രഭുക്കന്മാർ. അവര് പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവര് സൈനിക സേവനം നടത്തുന്ന പ്രധാനപ്പെട്ട വ്യക്തികളാണ് പ്രഭുക്കന്മാര്. ആഡംബര ജീവിതമാണ് അവർ നയിച്ചത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അവര് വിശാലമായിട്ടുള്ള ഭൂപ്രദേശമൊക്കെ കൈവശം വെച്ചിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ ഫ്യൂഡൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ദെൻ മൂന്നാമത്തെ വിഭാഗമാണ് ഈ പറയുന്ന 621 അംഗസംഖ്യകൾ ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കർഷകരും മധ്യവർഗവുമാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിന് ഭരണകാര്യത്തിൽ ഒരവകാശവുമില്ല. സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന പദവിയായിരിക്കും കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഗവൺമെന്റ്, അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന് തൈലേ എന്നറിയപ്പെടുന്ന നികുതി കൊടുക്കണം. അപ്പൊ തിദേ എന്നറിയപ്പെടുന്ന നികുതിയും തൈലേ എന്നറിയപ്പെടുന്ന നികുതിയും നമ്മൾ പറയുമ്പം കോമൺ ആയിട്ട് ആര് തന്നെയാണ് കൊടുക്കേണ്ടത്? മൂന്നാമത്തെ എസ്റ്റേറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഒരു വ്യത്യസ്തതയുണ്ട്. എന്താണ്? കർഷകരിൽ നിന്ന്, കർഷകർ, വീണ്ടും ആവർത്തിക്കുന്നു, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെ ഉൾപ്പെടും? കർഷകർ ഉൾപ്പെടും. മധ്യവർഗം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അധ്യാപകരായിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, കച്ചവടക്കാരായിക്കോട്ടെ, അഭിഭാഷകരായിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ബാങ്കർമാരായിക്കോട്ടെ, ഇവരെല്ലാം വരുന്നത് ഈ മധ്യവർഗത്താണ്. അപ്പൊ കർഷകര് ഈ പറഞ്ഞ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ അടയ്ക്കേണ്ട നികുതിയെ, അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റ് ആയിട്ടുള്ള പുരോഹിതന്മാര് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ കർഷകരിൽ നിന്ന് നേരിട്ട് പിരിച്ചെടുക്കുന്ന നികുതി അറിയപ്പെടുന്ന പേരെന്തുവാ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ പേരാണ് തിദേ. ദെൻ തൈലേ എന്ന് പറഞ്ഞാൽ എന്താണ്? തൈലേ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലെ കർഷകരും മധ്യവർഗവും ഉൾപ്പെടെയുള്ള ആളുകൾ ആർക്ക് കൊടുക്കണം? ഗവൺമെന്റിന് അടയ്ക്കേണ്ട നികുതി, സർക്കാരിന് അടയ്ക്കേണ്ട നികുതി അറിയപ്പെടുന്ന പേരാണ് തൈലേ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇന്ന് ബാച്ചിൽ പഠിക്കേണ്ടത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ക്ലാസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ രാവിലെ 5 മണി മുതൽ അത് കൃത്യമായി പഠിക്കണം. മൈക്രോ നോട്ട്സ് കമ്പൽസറി ആയിട്ടും വായിക്കണം. സിലബസ് ഫാക്ട് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻ വിട്ടുകളയരുത്. അതിനകത്തുനിന്ന് ഒത്തിരി ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയിൽ കയറുമ്പോൾ കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്ത് ഇന്ന് രാത്രി 9 മണിക്ക് ശേഷമുള്ള എക്സാം കമ്പൽസറി ആയിട്ടും അറ്റൻഡ് ചെയ്യണം. മോക്ക് എക്സാം എല്ലാ ദിവസവും ഡെയിലി ഫോളോ അപ്പിന് വേണ്ടിയാണ് മോക്ക് എക്സാം അപ്ഡേറ്റ് ചെയ്യുന്നത്. മോക്ക് എക്സാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു പോവുക. അപ്പൊ പുതിയ ബാച്ചിൽ, ഓൾറെഡി ബാച്ചിൽ ഉള്ളവർ വീണ്ടും മെസ്സേജ് അയക്കേണ്ട. പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ PSC ഇൻഫ്ലുവൻസറിന്റെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണോ ഫോക്കസ് കൊടുക്കുന്നത് ആ പരീക്ഷ, അതിനുശേഷം നിങ്ങളുടെ പേര് മാത്രം ഒന്ന് സെൻഡ് ചെയ്തേക്കുക. അപ്പൊ ഡീറ്റെയിൽസ് ഇവിടുന്ന് തരുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനം, നമ്മൾ പറഞ്ഞല്ലോ നികുതിയെ പറ്റി പറഞ്ഞപ്പം നമ്മൾ തിദേ എന്നറിയപ്പെടുന്ന നികുതിയെ പറ്റി പറഞ്ഞു, തൈലേ എന്നറിയപ്പെടുന്ന നികുതിയെ പറ്റി പറഞ്ഞു. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട നികുതികളുണ്ട്. ഇത് SCERT കൊടുത്തിട്ടില്ല, NCERT കൊടുത്തേ പോകേണ്ട. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യത്ത് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നികുതികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തിദേ, മറ്റൊന്ന് തൈലേ, മറ്റൊന്ന് ഗബല്ലേ. ഈ ഗബല്ലേ എന്നറിയപ്പെടുന്ന നികുതി പിന്നീട് നിർത്തലാക്കും. അതുകൊണ്ടാണ് SCERT ഈ 2 ടാക്സ് മാത്രം കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരാൻ പോവാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ എന്താണ് തിദേ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് നേരിട്ട് പിരിച്ച നികുതിയെയാണ് തിദേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ക്ലിയർ ആണല്ലോ. കർഷകരിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ആ കർഷകർ വരുമ്പം അവിടെ മധ്യവർഗം എടുക്കത്തില്ല. മധ്യവർഗത്തെ മാറ്റി വെക്കണം. കർഷകർ വേറെയാണ്. അപ്പൊ അവിടെ പക്ഷെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരുമുണ്ട്? ഈ മധ്യവർഗമുണ്ട്, കർഷകരുമുണ്ട്, എഴുതുകാരുണ്ട്, ബാങ്കർമാരുണ്ട്, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുണ്ട്. ഈ പറയുന്ന എല്ലാവരും ഇതിനകത്ത് വരുന്നതാണ്. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നതാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് നേരിട്ട് പിരിച്ച അല്ലെങ്കിൽ പിരിച്ചെടുത്ത നികുതി അറിയപ്പെടുന്ന പേര് തിദേ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് ഉണ്ടല്ലോ. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെ വരും? ഞാൻ കർഷകനാ എങ്കിൽ ഞാൻ കർഷകനായിട്ടുള്ള കർഷകൻ വരും. എന്റെ അയലത്തുള്ള ഒരാൾ ബാങ്കറാ എങ്കിൽ ബാങ്കറും വരും. ഒരു ഉദ്യോഗസ്ഥൻ വരും. അപ്പൊ അവരെല്ലാം അടങ്ങുന്നതാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട ആളുകൾ സർക്കാരിന് നൽകിയിരുന്ന നികുതി അറിയപ്പെടുന്ന പേരാണ് തൈലേ. അപ്പൊ തിദേ എന്താണെന്ന് കിട്ടി, തൈലേ എന്താണെന്ന് കിട്ടി. അടുത്ത മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഗബല്ലേ. ഗബല്ലേ എന്ന് പറഞ്ഞാൽ 15-ാം നൂറ്റാണ്ട് മുതൽ ഫ്രാൻസിൽ
ഉപ്പിന് മേൽ ഈടാക്കിയിരുന്ന നികുതിയുടെ പേരാണ് ഗബല്ലെ. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് ഉപ്പിന് മേൽ നികുതി ഏർപ്പെടുത്തിയ രാജ്യം എന്നൊരു ലോജിക്കിലേക്കല്ല പോകുന്നത്, മറിച്ച് 15-ാം നൂറ്റാണ്ട് മുതൽ ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യത്ത് ഉപ്പിന് മേൽ ഈടാക്കിയിരുന്ന നികുതിയുടെ പേരാണ് ഗബല്ലെ. ഈ ഗബല്ലെ 1790 എന്ത് ചെയ്യുന്നു? ഈ നികുതി നിർത്തലാക്കുക. അതിനുശേഷം രണ്ട് നികുതിയേ ഉള്ളൂ, ഒന്ന് തിതയും മറ്റൊന്ന് തൈലയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് ബാനലിറ്റസ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം, ബാനലിറ്റസ്. ഇത് NCERT സ്കൂൾ ടെക്സ്റ്റിനും ഇല്ല, അഡീഷണൽ കണ്ടന്റ് ആണ്. അതായത് വേറെ ഒന്നുമില്ല, പ്രഭുക്കന്മാരുണ്ടല്ലോ, ഈ പ്രഭുക്കന്മാരുടെ കയ്യിലാണ് ധാരാളം, നമ്മൾ പറഞ്ഞല്ലോ, പ്രഭുക്കന്മാരുടെ കയ്യിൽ വിശാലമായിട്ടുള്ള കൃഷിയിടമുണ്ട്, അവരുടെ കയ്യിൽ ധാരാളം വ്യവസായശാലകളുണ്ട്. ഈ പ്രഭുക്കന്മാരുടെ മില്ലിൽ ധാന്യം പൊടിക്കാനും റൊട്ടി ഉണ്ടാക്കാനുമുള്ള ഓവലൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഫ്യൂഡൽ പ്രഭുക്കന്മാർ വാങ്ങിയിരുന്ന ഒരു ഫീസ് ഉണ്ട്. വേറെ ഒന്നുമില്ല, പ്രഭുക്കന്മാരുടെ മില്ലിൽ ധാന്യം പൊടിക്കാൻ ആ പ്രഭുക്കന്മാരുടെ മില്ല് വഴിയൊക്കെ റൊട്ടി ഉണ്ടാക്കുന്നു. ഈ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓവനൊക്കെ ഉപയോഗിക്കും. ഈ ഓവൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാർ, ഒന്ന് ആലോചിച്ച് നോക്കണം, വിശാലമായിട്ടുള്ള ഭൂപ്രദേശം കയ്യിലുണ്ട്, ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആ ആളുകൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ആരിൽ നിന്ന്? മറ്റീ പറയുന്ന മധ്യവർഗങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്ന ഫീസിനെ അറിയപ്പെടുന്ന പേരാണ് ബാനലിറ്റസ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമത് കർഷകരും മധ്യവർഗവും ധാരാളം നികുതി ഈ പറയുന്ന സർക്കാരിനും ഈ പറയുന്ന കർഷകർക്കും ഈ പറയുന്ന ഭൂപ്രഭുക്കന്മാർക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന് പുറത്താണ് വീണ്ടും ഫീസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നികുതിയുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. എങ്ങനെയൊക്കെയായിട്ട്? തിതയായിട്ട്, തൈലയായിട്ട്, ഗബല്ലയായിട്ട്, ബാനലിറ്റസ് ആയിട്ട്. ഇങ്ങനെയൊക്കെ നികുതി ഈ പറയുന്ന സാധാരണക്കാരുടെ മുകളിൽ ചൂഷണമായിട്ട് എടുക്കുന്ന സമയത്ത് സാധാരണക്കാർ പ്രതികരിക്കും. അങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, അത് ഏത് രാജ്യമായിക്കോട്ടെ, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യമായിക്കോട്ടെ, കേരളം എന്നറിയപ്പെടുന്ന സംസ്ഥാനമായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഗവൺമെന്റിന് നികുതി ഒക്കെ ഏർപ്പെടുത്താം. പക്ഷെ നികുതി ഏർപ്പെടുത്തി ഈ സാധാരണക്കാരൻ എന്നറിയപ്പെടുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരെങ്ങനെ കെട്ടി വരിഞ്ഞ് ഒരു പരുവാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അങ്ങനെയാണ് ഇലക്ഷനിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മാറ്റി കുത്തുക എന്ന് പറയത്തില്ലയോ? എത്ര വർഷം നമ്മൾ കുത്തിയിട്ടുണ്ടായിക്കോട്ടെ, ആ സമയത്ത് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നമ്മൾ മാറ്റി കുത്തും. അപ്പൊ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അപ്പൊ പറഞ്ഞേക്കുന്ന വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഗബല്ലെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്: പ്രഭുക്കന്മാർ പൊരുതും. പ്രഭുക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പറഞ്ഞ സൈനിക സേവനം നടത്തുന്നവരിൽ പ്രധാനികളാണ്. അവര് പൊരുതും. പുരോഹിതന്മാർ ദൈവത്തിന്റെ അടുത്ത ആളുകളെന്നാ പറയുന്നത്. പുരോഹിതന്മാർ പ്രാർത്ഥിക്കും. ജനങ്ങൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യും? നികുതി അടയ്ക്കും. ഇതാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വം. അവിടെ സമത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സമത്വമില്ല. സമത്വം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ നികുതി അടയ്ക്കണം, പുരോഹിതന്മാർ നികുതി അടയ്ക്കണം, ജനങ്ങൾ നികുതി അടയ്ക്കണം. ഞാൻ അടയ്ക്കണം, നിങ്ങൾ അടയ്ക്കണം. ഗവൺമെന്റിലെ ഓരോ ആളുകളും, അത് സമ്പന്നനായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ദരിദ്രനായിക്കോട്ടെ, ഒരു വ്യത്യാസമില്ലാതെ ആരൊക്കെ ഈ പറയുന്ന അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഓരോ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും നികുതി അടയ്ക്കണം. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തുവാ? പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും. ഇതാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വം. ഈ അസമത്വത്തിനെതിരെയാണ് എന്ത് കലാപം നടക്കുന്നത്? ഈ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ബൂർഷ്വാസി എന്നറിയപ്പെടുന്ന വാക്കൊന്ന് നോട്ട് ചെയ്തേക്കണം. SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേപ്പുണ്ട്. ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുവാണ്. നിങ്ങൾ SCERT സ്കൂൾ ടെക്സ്റ്റ് ഒരു ദിവസം 2 ചാപ്റ്റർ വീതം വായിക്കുന്നുണ്ട്. NCERT സ്കൂൾ ടെക്സ്റ്റ് ഒരു ദിവസം 2 ചാപ്റ്റർ വീതം വായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ പഠിക്കേണ്ടത് ഒരു SCERT ചാപ്റ്റർ ആദ്യം ഒന്ന് വായിക്കണം. ആ വായിച്ചതിന് ശേഷം, അതിപ്പോൾ പുതിയ SCERT ആയിക്കോട്ടെ, പഴയ SCERT ആയിക്കോട്ടെ, ഇപ്പൊ പുതിയ SCERTയിലെ 10ാം ക്ലാസ്സിലെ പുതിയ SCERT കണ്ടന്റ് ആണ് മാനവികത. സോഷ്യൽ സയൻസിൽ ഒരു SCERT ചാപ്റ്റർ. ആ മാനവികത എന്നറിയപ്പെടുന്ന ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് ആ മാനവികത എന്നറിയപ്പെടുന്ന ചാപ്റ്ററിൽ ധാരാളം ബോക്സിൽ കുറേശ്ശെ കണ്ടന്റ് കൊടുത്തേപ്പുണ്ട്. ഓരോ വ്യക്തികളുടെ പടം സഹിതം കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തികളുടെ പടം സഹിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ പഠിക്കണം. ദെൻ ആ SCERT ചാപ്റ്ററിൽ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞ വാക്യം, ഡയലോഗ്, അത് ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേപ്പോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബോക്സിൽ കൊടുത്തേപ്പോൾ ഉണ്ടായിരിക്കും. അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. അതിനകത്തുനിന്നേ ചോദ്യം വരത്തുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, മത്സര പരീക്ഷയുടെ ചോദ്യം വിടുന്ന എല്ലാം ഒരു പാനൽ ഉണ്ടായിരിക്കും. ആ പാനലിൽ വരുന്ന എല്ലാം അധ്യാപകരാണ്. ഈ അധ്യാപകരെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നമ്മൾ ഈ പറയുന്ന മറ്റുള്ള XOR Y മെറ്റീരിയൽസ് ഒന്നുമില്ല. അവരുടെ കയ്യിൽ SCERT സ്കൂൾ ടെക്സ്റ്റും NCERT സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അവർ നോക്കുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ഇടാനായിട്ട് ചൂസ് ചെയ്യുന്നത് എന്തിനെയാണ്? SCERT കണ്ടന്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ബൂർഷ്വാസി എന്നറിയപ്പെടുന്ന വാക്ക് വേറെ ഒന്നുമില്ല. ഫ്രഞ്ച് ഭാഷയിലെ ബൂർഷ്വ എന്നറിയപ്പെടുന്ന പദത്തിൽ നിന്നാണ് ബൂർഷ്വാസി എന്ന പദം രൂപം കൊണ്ടത്. ബൂർഷ്വ എന്നറിയപ്പെടുന്ന വാക്കിന്റെ അർത്ഥം
നഗരവാസി എന്നാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ നഗരവാസി എന്നാണ് ബൂർഷ്വാസി എന്നറിയപ്പെടുന്ന വാക്കിന്റെ അർത്ഥമെന്ന് മാത്രം ഓർക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്ന ഒരു ചരിത്ര സംഭവമാണ്. അതായത് വേറെ ഒന്നുമില്ല, ഫ്രാൻസിലെ 3 എസ്റ്റേറ്റുകൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ്, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണ്, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ്, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്? സാധാരണക്കാരായിട്ടുള്ള കർഷകരും സാധാരണക്കാരായിട്ടുള്ള മധ്യവർഗവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റിനെയാണ് കോമൺസ് എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്. സാധാരണ കോമൺസ് എന്നറിയപ്പെട്ടിരുന്നത് ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റിനെ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഫ്രാൻസിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഗവൺമെന്റിന്റെ നയരൂപീകരണം. അപ്പൊ വസ്തുത ഇതാണ്, 1789 അന്നത്തെ ഭരണാധികാരി ആരാ? ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഭരണാധികാരി ലൂയി 16 ഈ ലൂയി 16 എന്നറിയപ്പെടുന്ന ഭരണാധികാരി ഒരു ഫ്രഞ്ച് സഭ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന എസ്റ്റേറ്റുകളെല്ലാം കൂടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടും. ഈ സമ്മേളനത്തിൽ ഈ പറയുന്ന കോമൺസ് എന്നറിയപ്പെടുന്ന 3ാമത്തെ എസ്റ്റേറ്റ് കുറച്ച് കണ്ടീഷൻ കൊണ്ടുവരും. അത് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ഈ പറയുന്ന 1ാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന വിഭാഗവും 2ാമത്തെ എസ്റ്റേറ്റ് വിഭാഗവും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിനെതിരെ ഈ 3ാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കോമൺസ് എന്നറിയപ്പെടുന്ന എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അവരാണ് ഫ്രാൻസിലെ അസംബ്ലി അല്ലെങ്കിൽ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർ തന്നെ എന്ത് ചെയ്യും? സ്വയം അങ്ങ് വിശേഷിപ്പിക്കും. അതിന്റെ പശ്ചാത്തലത്തിൽ അവർ ആ പറയുന്ന നിയമസഭ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ആ നിയമനിർമ്മാണ സഭയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഒരു പ്രതിജ്ഞ നടക്കും. അതിനെയാണ് 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത് 1789 ജൂൺ 20 അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റിനെയാണ് നമ്മൾ കോമൺസ് എന്നറിയപ്പെടുന്നത്. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഉണ്ടല്ലോ, 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നു എന്ന് ഓർത്തു വെക്കണം. വർഷം വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, 1789 1789 ജൂൺ 20 മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ജൂൺ 20 ടെന്നീസ് കോർട്ട്, അവിടെ നിങ്ങൾ ഓർക്കേണ്ട ലോജിക്ക് ടെന്നീസ് കോർട്ട് ജൂൺ 20 ഓക്കെ ആണല്ലോ. ഇനി ഈ പറഞ്ഞ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെ തുടർന്ന് 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഭീകരതയുടെ, അതായത് ഈ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന ബാസ്റ്റിൽ ജയിലുണ്ട്. ആ ബാസ്റ്റിൽ ജയിലിലെ ബാസ്റ്റിൽ കോട്ട അവിടുത്തെ ജനങ്ങൾ തകർക്കും. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ ചരിത്ര സംഭവത്തിന്റെയും തുടക്കമായി കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ 1789 ജൂൺ 20 നടന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെ തുടർന്ന് 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട എന്ത് ചെയ്യുന്നു? ജനങ്ങൾ തകർക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തുപേരിൽ അറിയപ്പെടുന്നത്? ബാസ്റ്റിൽ കോട്ട തകർത്തതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമായി പറയപ്പെടുന്നത്. ജൂലൈ 14 പ്രത്യേകത ഫ്രഞ്ച് ദേശീയ ദിനമായി സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ്, 1789 ഓഗസ്റ്റ് 12 1789 ഓഗസ്റ്റ് 12 ഫ്രാൻസിൽ ദേശീയ അസംബ്ലി ഉണ്ടല്ലോ, ഈ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കും. മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശം എല്ലാവർക്കും, അത് ഈ പറയുന്ന 3ാമത്തെ സ്റ്റേറ്റിലുള്ള ആള്, 1ാമത്തെ സ്റ്റേറ്റിലുമുള്ള ആള്, 2ാമത്തെ സ്റ്റേറ്റ്, എല്ലാ മനുഷ്യർക്കും എന്ത് ഒരേ പ്രഖ്യാപനം, പക്ഷെ എല്ലാവർക്കും ഉള്ള അവകാശങ്ങൾ പ്രഖ്യാപനം നടത്തുന്നു. ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള റൂസോയുടെ ആശയങ്ങൾ കൂടി ഉണ്ട് എന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് മുദ്രാവാക്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നാണ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് 100ാം വാർഷികത്തിനോട് അനുബന്ധിച്ചാണ് പാരീസിൽ നിർമ്മിച്ച ഗോപുരത്തിന്റെ പേരാണ് ഈഫൽ ടവർ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികം, അതായത് 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നു. 100ാം വാർഷികത്തിൽ എന്ത് നിർമ്മിക്കുന്നു? ഈഫൽ ടവർ നിർമ്മിക്കുന്നു. പാരീസിലാണത് നിലനിൽക്കുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫ്രാൻസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിലെ ഭീകര വാഴ്ചക്കാലം എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഫ്രാൻസിലെ ഭീകര വാഴ്ചക്കാലം വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. 1793 മുതൽ 1794 വരെയുള്ള കാലഘട്ടമാണ് ഫ്രാൻസിൽ ഭീകര വാഴ്ചക്കാലം എന്നറിയപ്പെടുന്നത്. വേറെ ഒന്നുമില്ല, ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവ കാലത്ത് 1789 സമയത്ത് 1789 സമയത്ത്
ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ആളുകളെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം അല്ലെങ്കിൽ ഒരു തരം വലിയ കത്തിയെ അറിയപ്പെടുന്ന പേരാണ് ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്ന ബ്ലേഡുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഷേവിംഗ് സെറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗില്ലറ്റിൻ ബ്ലേഡ് ഉണ്ടല്ലോ, ആ ഒരു വാക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ മതി. അപ്പൊ അവിടെ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ആളുകളെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ. പഴയകാല ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഈ രാജാക്കന്മാരുടെ ഒക്കെ പടം കാണുമ്പം ഈ ഒരു പ്രജയാണെങ്കിൽ പ്രജ അല്ലെങ്കിൽ ഏതാണോ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ ശിരസ് താഴെ വെച്ചിട്ട് മോളിൽ നിന്നൊരു കത്തി ഇങ്ങനെ താഴേക്ക് വിടും, അതിനെയാണ് ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്നത്. ഈ ഗില്ലറ്റിൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചത്? ആളുകളെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണ്. ഈ ആയുധവുമായി ബന്ധപ്പെട്ട് ലൂയി 16 എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഭരണാധികാരി, ശാസ്ത്രജ്ഞനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സയൻസ് എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ലാവോസിയോ ഉണ്ടല്ലോ, ലാവോസിയോ, അവരെ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്ന ആയുധത്തിന്റെ സഹായത്തോടു കൂടി കൊന്നു. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ആദ്യകാലത്ത് ഈ പറയുന്ന ജനങ്ങളെ കൊല്ലാനായിട്ടാണ് ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ചത് എങ്കിൽ അവസാനം ഈ പറയുന്ന ഭരണാധികാരിയെ, ആ സമയത്തുള്ള ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ലാവോസി ഉൾപ്പെടെയുള്ള പ്രമുഖരെ കൊന്നുകളയും. 1792 സെപ്റ്റംബറിൽ ഈ പറയുന്ന രാജാവിനെ ലൂയി 16 ഉൾപ്പെടെയുള്ള രാജപക്ഷക്കാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിന്റെ പേരാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. അപ്പൊ സെപ്റ്റംബർ കൂട്ടക്കൊല എന്തുമായി ബന്ധപ്പെട്ടതാ? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. വർഷം 1792 സെപ്റ്റംബർ. വീണ്ടും ആവർത്തിക്കുന്നു, ഫ്രാൻസിന്റെ ഭീകര വാഴ്ചക്കാലം തുടങ്ങുന്നത് 1792 93 മുതൽ 94 വരെ. 1793 മുതൽ 94 വരെയാണ് ഫ്രാൻസിൽ എന്ത് നടക്കുന്നത്? ഈ പറഞ്ഞ ഫ്രാൻസിന്റെ ഭീകര വാഴ്ചക്കാലം നടക്കുന്നത്. 1792 രാജാവിന്റെ പക്ഷക്കാരെ എല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ഈ ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്ന വലിയ കത്തിയുടെ സഹായത്തോടു കൂടി കൂട്ടക്കൊല ചെയ്യുന്നു. ഈ സംഭവത്തെയാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് രാജവാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു ഫ്രഞ്ചിലെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ജാക്കോബിൻ ക്ലബ്ബ്. നമ്മൾ ഈ ജാക്കോബിൻ ക്ലബിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിനകത്ത് ടിപ്പു സുൽത്താനെയൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ കണ്ടന്റ് പറയാറുണ്ട്. ഈ ജാക്കോബിൻ ക്ലബിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് റോബിസ്പിയർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ റോബിസ്പിയറിന്റെ ഭരണകാലത്തെ ഫ്രഞ്ച് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേരാണ് ഭീകര വാഴ്ചക്കാലം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനു വേണ്ടിയാ ഈ പറയുന്ന ജാക്കോബിൻ ക്ലബ്ബ് സ്ഥാപിതമായത്? രാജവാഴ്ച ലൂയി 16 എന്നറിയപ്പെടുന്ന അവസാന ഭരണാധികാരിയെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഫ്രഞ്ച് പ്രസ്ഥാനത്തിന്റെ പേരാ ജാക്കോബിൻ ക്ലബ്ബ്. ഈ ജാക്കോബിൻ ക്ലബിന്റെ നേതാവ് റോബിസ്പിയർ ആയിരുന്നു. ഈ റോബിസ്പിയറിന്റെ ഭരണകാലം ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകര വാഴ്ചക്കാലം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ റോബസ്പിയറിന്റെ നേതൃത്വത്തിൽ ഒരു സുരക്ഷാ കമ്മിറ്റിയെ ഫോം ചെയ്യും. പൊതുസുരക്ഷാ കമ്മിറ്റി എന്ന് പറയും. ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയിൽ 2 പ്രധാനപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് മിറാബോ, മറ്റൊന്ന് ടാൻഡൻ. അപ്പൊ മിറാബോ, ടാൻഡൻ എന്ന 2 പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികൾ ഈ പറയുന്ന റോബിസ്പിയർ ഫോം ചെയ്ത പൊതുസുരക്ഷാ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. അവസാനം 1794 ഫ്രാൻസിൽ ഭീകര വാഴ്ച അവസാനിക്കുന്നു. അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന റോബിസ്പിയറിന്റെ ഭീകര വാഴ്ചക്കാലം അവസാനിക്കുന്ന വർഷം 1794. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ധാരാളം പരീക്ഷാ ചോദ്യങ്ങളാണ്. ഒന്ന്, ദേശീയതയുടെ ആവിർഭാവം. ലോകത്തിൽ ആദ്യമായി ദേശീയതയ്ക്ക് തുടക്കമായിട്ടുള്ള വിപ്ലവം ഏതെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥ ഇല്ലാണ്ടായി, മധ്യവർഗത്തിന്റെ ഉയർച്ച, അതൊന്നും നമുക്ക് വേണ്ടാത്തതാണ്. ദെൻ രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് പ്രഖ്യാപിച്ചു. രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമാണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യം, ജനകീയ പരമാധികാരം എന്ന ആശയം ലോകത്തിൽ ആദ്യമായി രൂപം കൊണ്ടത് ഏത് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും കൂടുതൽ തവണ പരീക്ഷകളിൽ ചോദിച്ച ഒരു ഭരണാധികാരിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. SCERTയിലെ മുഴുവൻ കണ്ടന്റും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നെപ്പോളിയൻ ബോണപ്പാർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട വസ്തുതകൾ ഒന്ന്, ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്, നെപ്പോളിയൻ ആണ്. ദെൻ ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരി, ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരിയാണല്ലോ. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നത് നെപ്പോളിയനെയാണ്.
മാൻ ഓഫ് ഡെസ്റ്റിനി, വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയനെയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരെയാണ്? നെപ്പോളിയനെയാണ്. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സന്തതി എന്ന് ചോദിച്ചാൽ ഉത്തരമാര് തന്നെ ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട. അപ്പൊ ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നു, ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നു, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നു, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് 1769 ഓഗസ്റ്റ് 15 കോഴ്സിക്ക ദ്വീപിലാണ് ജനിക്കുന്നത്. 1769 ഓഗസ്റ്റ് 15 കോഴ്സിക്ക ദ്വീപ്. ഓഗസ്റ്റ് 15 എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഓഗസ്റ്റ് 15ന്റെ പ്രത്യേകത, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് 15 അപ്പോൾ ഓഗസ്റ്റ് 15 കോഴ്സിക്ക ദ്വീപിൽ, വർഷം മാത്രം വ്യത്യാസം, 1769 ഓഗസ്റ്റ് 15 നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിക്കുന്നു. ബ്രിട്ടനെതിരെ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി. അപ്പം എങ്ങനെയും ബ്രിട്ടനെതിരെ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് ആർക്കുണ്ടായത്? ഈ പറയുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന് ഉണ്ടായത്. അതായത് യൂറോപ്പ് എന്നറിയപ്പെടുന്ന വൻകര എടുത്താൽ ബ്രിട്ടണിന് പരമാധികാരമാണ്. അപ്പൊ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യത്തെ ഇല്ലാണ്ടാക്കിയാൽ, ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചടക്കിയാൽ യൂറോപ്പ് മുഴുവൻ പിടിച്ചടക്കാം എന്ന ഒരു ആറ്റിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനെതിരെ എന്ത് ചെയ്യും? കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കും. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഫ്രഞ്ച് വിപ്ലവം എഴുതരുത്, അത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യത്തിനെതിരെ നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊണ്ടുവന്ന ഒരു വ്യവസ്ഥയാണ് കോണ്ടിനെന്റൽ വ്യവസ്ഥ. അതുകൂടാതെ ഒത്തിരി വസ്തുതകളുണ്ട്. ഓർഡേഴ്സ് ഓഫ് കൗൺസിൽ എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിനെ ഉപരോധിക്കുന്ന ഒരു കൺസെപ്റ്റ്, അതൊക്കെ നമുക്ക് വേണ്ടാത്തതാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. ഏത്? ഈ കോണ്ടിനെന്റൽ വ്യവസ്ഥയൊക്കെ. പക്ഷേ കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സ്പാനിഷ് പുണ്ണ് എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാർട്ടും സ്പെയിനും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരാണ് സ്പാനിഷ് പുണ്ണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. നെപ്പോളിയനും സ്പെയിനുമായുള്ള ബന്ധത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര് സ്പാനിഷ് പുണ്ണെന്നാണ്. 1821 മെയ് 5 നെപ്പോളിയൻ മരണമടയുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലെസ് ഇൻവാലിഡ്സിലാണ്. പാരീസിലെ ലെസ് ഇൻവാലിഡ്സിലാണ് സഹോദരൻ സ്ഥിതി ചെയ്യുന്നത്. ഈ പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാർട്ടുമായി ബന്ധപ്പെട്ട് ധാരാളം വാക്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. ഒന്ന്, എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അവസരമില്ലാത്ത പക്ഷം കഴിവ് കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇത്രയും കാലം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളെ കളിയാക്കുന്നവരുണ്ട്, നിങ്ങളെ ഈ പറയുന്ന ആക്ഷേപം പറയുന്നവരുണ്ട്, നിങ്ങളൊക്കെ ഇത്രയും നാളായിട്ട് പഠിക്കുമല്ലയോ, നീ ഒന്നും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. ആ ശത്രുക്കളെല്ലാം എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവർ പറഞ്ഞോട്ടെ, നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തണ്ട. നമുക്ക് തിരിച്ചു പറയാനുള്ളത്, എനിക്ക് ജോലിയായി, എനിക്ക് അഡ്വൈസ് കിട്ടി, എനിക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ സെറ്റ് പാസ്സായി, ഞാൻ നെറ്റ് പാസ്സായി, ഞാൻ കോളേജിൽ കയറി, അല്ലെങ്കിൽ ഇന്ന തസ്തികയിൽ ജോയിൻ ചെയ്തു, ജോലിയിലായി എന്ന് നമ്മൾ പ്രതികരിക്കണമെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടേ ഇരുന്നോട്ടെ. അതേപോലെ നെപ്പോളിയൻ പറഞ്ഞൊരു വാക്യമാണ്, ശത്രു എപ്പോഴും പിഴവ് വരുത്തുമ്പോൾ എന്ത് ചെയ്യരുത്, നമ്മളായിട്ട് തടസ്സപ്പെടുത്തരുത്, അവർ പിഴവ് വരുത്തിക്കൊണ്ടേ ഇരുത്തിക്കോട്ടെ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ വസ്തുത ഇമ്പോർട്ടന്റ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്കൻഡ് ലാസ്റ്റ് പോയി. ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. ഒന്ന്, പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി ഈ പറയുന്ന ഫ്രാൻസ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് എന്നറിയപ്പെടുന്ന രാജ്യത്ത് പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാങ്ക് ഓഫ് ഫ്രാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫ്രാൻസിന്റെ കേന്ദ്ര ബാങ്കിനെയാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്നറിയപ്പെടുന്നത്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. സിങ്കിങ് ഫണ്ട്, ബാക്കിയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ചിരുന്നാൽ മതി. കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, ഗതാഗത പുരോഗതിക്ക് വേണ്ടി റോഡുകൾ നിർമ്മിച്ചു, പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി, നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. അതൊക്കെ നെപ്പോളിയന്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ്. രണ്ടെണ്ണം ഇമ്പോർട്ടന്റ്. പൊതുകടം, അതായത് ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ പറയുന്ന സിങ്കിങ് ഫണ്ട് ഫോം ചെയ്തു. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ പരീക്ഷകളിൽ ചോദിച്ച മറ്റൊരു ഏരിയ ആണ് വാട്ടർലൂ യുദ്ധം. നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെടുന്ന യുദ്ധമാണ് 1815 വാട്ടർലൂ
യുദ്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി എന്നൊക്കെ ചോദിച്ചിട്ട് ഈ വാട്ടർലൂ യുദ്ധത്തിന്റെ മാത്രം ഡേറ്റ് അങ്ങ് മാറ്റും കേട്ടോ. 1818 എന്ന് കൊടുക്കും. 1815 വാട്ടർലൂ യുദ്ധം നടക്കുന്നത്. വേറെ ഒന്നുമില്ല. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനാനായകൻ, ബ്രിട്ടനെതിരെയാണ് ഒത്തിരി കാര്യങ്ങൾ ആര് ചെയ്തിട്ടുള്ളത്, ബ്രിട്ടനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന എന്താ കൺസെപ്റ്റാ, കോണ്ടിനെന്റൽ വ്യവസ്ഥ കൊണ്ടുവന്നു. അങ്ങനെ ബ്രിട്ടണിനെ എങ്ങനെയൊക്കെ തകർക്കാമോ അതെല്ലാം ആര് നോക്കിക്കൊണ്ടേയിരുന്നു, ഈ പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാർട്ട് നോക്കി. അവസാനം യുദ്ധത്തിൽ ഈ ബ്രിട്ടീഷ് സേനാ നായകനായിട്ടുള്ള ബ്രിട്ടീഷുകാരനായ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെട്ട ആർതർ വെല്ലസ്ലി ഉണ്ടല്ലോ, ഈ ആർതർ വെല്ലസ്ലിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തുന്നത്. വാട്ടർലൂ യുദ്ധം സ്ഥിതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്, വാട്ടർലൂ യുദ്ധം നടക്കുന്ന വർഷം 1815. വാട്ടർലൂ എന്നറിയപ്പെടുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അത് ബെൽജിയത്തിന്റെ തലസ്ഥാനം ബ്രസൽസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ നെപ്പോളിയന്റെ കുതിര അറിയപ്പെടുന്ന പേരാണ് മാരംഗോ, ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ആർതർ വെല്ലസ്ലിയുടെ കുതിരയാണ് കോപ്പൻഹേഗൻ, ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ നെപ്പോളിയന്റെ കുതിര മാരംഗോ, ആർതർ വെല്ലസ്ലിയുടെ കുതിര കോപ്പൻഹേഗൻ. ഇത് രണ്ടും മുൻകാല വർഷ ചോദ്യമാണ്. ഇപ്പം കുതിരയുടെ ഒന്നും ചോദ്യങ്ങൾ ചോദിക്കാറില്ല. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഉണ്ട്, ഹാൻഡ് ആണ് കേട്ടോ, ഹാൻഡ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അതൊക്കെ പണ്ടത്തെ ചെയിൻ ജിക്ക് അധ്യാപകരുണ്ട്, അധ്യാപകരൊക്കെ ചെയിൻ ജിക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്ന കണ്ടന്റാ. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സിലബസ് ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് പോവാം. ഇനി റൂസോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഈ റൂസോയാണ്. റൂസോ ജനിക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, റൂസോയുടെ ആത്മകഥയാണല്ലോ കുംഭസാരങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കൺഫെഷൻസ് എന്നറിയപ്പെടുന്ന കുംഭസാരങ്ങൾ, ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന സോഷ്യൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റിനെ പറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ഉണ്ട്. ഈ സോഷ്യൽ കോൺട്രാക്റ്റിനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നും ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന ആരെയാണ്, സോഷ്യൽ കോൺട്രാക്റ്റിനെയാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി, ഒന്ന് നോട്ട് ചെയ്തേക്കണം, എമിലി. ഈ റൂസോയുമായി ബന്ധപ്പെട്ട് ധാരാളം വാക്യങ്ങൾ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ജനങ്ങളാണ് പരമാധികാരി എന്നറിയപ്പെടുന്ന വാക്യം കൊണ്ടുവന്നത് റൂസോയ. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടവും അവൻ ചങ്ങലകളിലാണെന്ന് പറഞ്ഞത് റൂസോയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ്. റൂസോയുടെ ആത്മകഥകളാണ് കുംഭസാരങ്ങൾ അല്ലെങ്കിൽ കൺഫെഷൻസ് എന്നറിയപ്പെടുന്നത്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച 3 ചിന്തകരാണ്. ഒന്ന് റൂസോ, മറ്റൊന്ന് വോൾട്ടയർ, മറ്റൊന്ന് മോണ്ടസ്ക്യൂ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിനെ സ്വാധീനിച്ച ചിന്തകരിൽ ആരും ഉൾപ്പെടും, ജോൺ ലോക്കും ഉൾപ്പെടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും ജോൺ ലോക്ക് എങ്ങനെയാ ഇവിടെ വരുന്നത്, ഈ പറയുന്ന ജോൺ ലോക്ക് എന്നറിയപ്പെടുന്നത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ലേ? സമ്മതിച്ചു. ഈ പറയുന്ന റൂസോയ്ക്കും വോൾട്ടയറിനും മോണ്ടസ്ക്യൂവും അല്ലാതെ മറ്റ് ഈ പറഞ്ഞ എഴുത്തുകാർക്കും എവിടെ വരാം, എല്ലാ വിപ്ലവങ്ങളിലും എല്ലാ ഈ പറയുന്ന വിപ്ലവങ്ങളിലും സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് സ്വാധീനം ചെലുത്താം. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 3 പ്രധാനപ്പെട്ട ചിന്തകർ റൂസോയുണ്ട്, അതിനകത്ത് വോൾട്ടയർ ഉണ്ട്, അതിനുശേഷം മോണ്ടസ്ക്യൂ ഉണ്ട്. വോൾട്ടയറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുത, വോൾട്ടയറിന്റെ യഥാർത്ഥ പേര് ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി ഇമ്പോർട്ടന്റ് ആണ്. ദ ഏജ് ഓഫ് ലൂയി 14 എന്ന കൃതി എഴുതിയത് വോൾട്ടയർ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത മാത്രം നിങ്ങളൊന്ന് പഠിച്ചിരുന്നാൽ മതി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി മോണ്ടസ്ക്യൂവിന്റെ പ്രത്യേകത, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാരെ ചോദിച്ചാൽ അത് മോണ്ടസ്ക്യൂ ആണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് വേർതിരിക്കണമെന്ന് ആദ്യമായി വാദിച്ചത് മോണ്ടസ്ക്യൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പരീക്ഷയുടെ സിലബസിൽ ഒരു ഫാക്ട് ഉണ്ട്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഗവൺമെന്റിന്റെ 3 ഘടകങ്ങൾ പഠിക്കണം. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നിയമനിർവഹണം, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നീതിന്യായം. അതായത് നിയമം നിർമ്മിക്കുന്നത് ലെജിസ്ലേച്ചർ, നിയമം നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ്, നിയമത്തെ വ്യാഖ്യാനിക്കുന്നത് ജുഡീഷ്യറി. അങ്ങനെ 3 വിഭാഗങ്ങളാക്കി ഗവൺമെന്റിനെ തരംതിരിക്കണം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചിന്തകനാണ് മോണ്ടസ്ക്യൂ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി ഒന്ന് നോട്ട് ചെയ്തേക്കണം, ദ സ്പിരിറ്റ് ഓഫ് ലോസ് അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ നിയമങ്ങളുടെ ആത്മാവ് എന്ന കൃതി എഴുതിയത് മോണ്ടസ്ക്യൂ ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് റാൻഡമായി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഒന്ന്, അദ്ദേഹം ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്നറിയപ്പെടുന്ന നോവൽ എഴുതിയത് ചാൾസ് ഡിക്കൻസ് ആണ്. 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ
ആ സമയത്ത് ഭരണം പിടിച്ചെടുക്കും. 1871 ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യത്തെ തൊഴിലാളികളുണ്ടല്ലോ, അവിടുത്തെ ആ രാജ്യത്തെ ഭരണം പിടിച്ചെടുക്കും. അതിനെയാണ് പാരീസ് കമ്മ്യൂൺ എന്നറിയപ്പെടുന്നത്. ദെൻ ഞാനാണ് വിപ്ലവം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ട. അപ്പം ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാ? വീണ്ടും ആവർത്തിക്കുന്നു, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ദെൻ ഈ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. പരീക്ഷകളിൽ കയറുമ്പോൾ കുഴയരുത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞത് ഞാനാണ് വിപ്ലവം. ലൂയി 14 പറഞ്ഞത് ഞാനാണ് രാഷ്ട്രം. അടുത്തത്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് അഭിപ്രായപ്പെട്ട ആസ്ട്രിയൻ ഭരണാധികാരിയുടെ പേരാണ് മെറ്റേർണിക്ക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? മെറ്റേർണിക് ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുണ്ട്. ഒന്ന് ഫിസിയോക്രാറ്റ്, മറ്റൊന്ന് ഫിലോസഫർ. ഇമ്പോർട്ടന്റ് ആണ്. ഫിലോസഫേഴ്സ് എന്ന് നമുക്കറിയാം, ഫിസിയോക്രാറ്റുകളെ. ഈ 2 വാക്ക് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണം. വേറെ ഒന്നുമില്ല. ഫ്രാൻസിൽ 1818 ഒന്നുമല്ല, 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ സ്ഥാപിതമായ സാമ്പത്തിക വിദഗ്ധരുടെ സംഘത്തിന്റെ പേരാണ് ഫിസിയോക്രാറ്റ്. ദെൻ ആ സമയത്ത് ഈ പറയുന്ന ഫ്രാൻസിൽ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ചിന്തകരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്. അവരെയാണ് കോമൺ ആയിട്ട് ഫിലോസഫുകൾ എന്നറിയപ്പെടുന്നത്. ഈ പറയുന്ന ഫ്രാൻസിലെ ശാസ്ത്രചിന്തയെ ജനകീയമാക്കാൻ വേണ്ടി ഈ ഫിലോസഫുകൾ എഴുതിയ ഗ്രന്ഥത്തിന്റെ പേരാണ് സർവ്വവിജ്ഞാന കോശം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഓരോ മത്സര പരീക്ഷയ്ക്കും ഓരോരോ നിലവാരമാണ്. എല്ലാ പരീക്ഷയ്ക്കും നിലവാരത്തിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാ പരീക്ഷയും കടുപ്പം തന്നെയാണ്. അപ്പൊ പരീക്ഷകളിൽ കയറുമ്പോൾ കുഴഞ്ഞു പോകരുത്. ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട വസ്തുത, ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനം ചെലുത്തിയ മൈസൂരിലെ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. ദെൻ പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന് മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിൻ, നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്, ഈ പറയുന്ന ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ജാക്കോബിൻ സ്ഥാപിച്ചത് ആരാണ്? അതുമായി ബന്ധപ്പെട്ട് ഭീകരവാഴ്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ജാക്കോബിനിൽ അംഗമായ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, എന്തുകൊണ്ടായി ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്? ആർക്കെതിരെ ആയതുകൊണ്ടാണ്? ഈ പറഞ്ഞ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യത്തിനെതിരെയാണ് ഈ പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉൾപ്പെടെയുള്ള ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യം പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ടിപ്പു സുൽത്താൻ ആർക്ക്? ഫ്രഞ്ച് വിപ്ലവത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത്, അവിടുത്തെ ജാക്കോബിൻ ക്ലബിൽ പോയൊക്കെ അംഗമായത്. അതല്ലാതെ വേറെ ഒരു ലോജിക്കും അല്ല. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ NCERT സ്കൂൾ ടെക്സ്റ്റ് കൊടുത്തേക്കുന്ന ഒരു വാക്കുണ്ട്, നോബിൾസ് ഓഫ് ദി റോബ്, നോബിൾസ് ഓഫ് ദി സോഡ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അതായത് ഫ്രാൻസിൽ 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ ഉയർന്നു വന്ന ഒരു സ്റ്റേറ്റ് ഓഫീസ് കൈവശം വെച്ചുകൊണ്ട് അവരുടെ പദവി നേടിയ പാരമ്പര്യ പ്രഭുക്കന്മാരുടെ ഒരു വിഭാഗം, പാരമ്പര്യമായിട്ട് അവർ പ്രഭുക്കന്മാരായിട്ട് ഫോളോ ചെയ്യുന്നു. അവരെയാണ് നോബിൾസ് ഓഫ് ദി റോബ് എന്നറിയപ്പെടുന്നത്. നോബിൾസ് ഓഫ് ദി സോഡ് എന്ന് പറഞ്ഞാൽ സൈനിക സേവനത്തിലൂടെ അവരുടെ സ്ഥാനപ്പേരുകൾ സമ്പാദിക്കുന്നു, അവരെ കൂടുതൽ പ്രാധാന്യമുള്ളവരാക്കി കണക്കാക്കുകയും ചെയ്ത ആളുകളെയാണ് നോബിൾസ് ഓഫ് ദി സോഡ്. വേറെ ഒന്നുമില്ല. നോബിൾസ് ഓഫ് ദി റോബ്, റോബ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ചെയ്യുന്നു? ഒരു ഉയർന്ന സ്റ്റേറ്റ് ഓഫീസ് കൈവശം വെച്ചുകൊണ്ട് അവരുടെ പദവി നേടുന്നു. റോബറിയ, കവർച്ചയിലൂടെ. അതിനെയാണ് നോബിൾസ് ഓഫ് ദി റോബ് എന്നറിയപ്പെടുന്നത്. നോബിൾസ് ഓഫ് ദി സോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനിക സേവനം. സോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആയുധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൈനിക സേവനത്തിലൂടെ അവരുടെ സ്ഥാനപ്പേരുകൾ, ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യത്തെ സ്ഥാനപ്പേരുകൾ സമ്പാദിക്കുന്നു. അവരുടെ കൂടുതൽ പ്രാധാന്യമുള്ളവരാക്കി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെയാണ് നോബിൾസ് ഓഫ് ദി സോഡ് എന്നറിയപ്പെടുന്നത്. അതൊക്കെ നമ്മുടെ സിലബസ് ഇല്ലാത്തതാണ്. എന്നിരുന്നാലും ഒന്ന് വായിച്ചു വെച്ചേക്കുക. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ് ഇത്രയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. പറഞ്ഞല്ലോ, ഒരു മത്സര പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഫാക്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ് കാണണം. ഇന്ന് രാവിലെ എന്തൊക്കെ തന്നിട്ടുണ്ടോ, ബാച്ചിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് പഠിക്കണം, വായനയിൽ ഉൾപ്പെടുത്തണം. പരീക്ഷ സ്കിപ്പ് ചെയ്യരുത്, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.